ഭരതനാട്യം റിലീസായ സമയത്ത് പല ആൾക്കാരും പറഞ്ഞ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഈ അച്ഛൻ അമ്മ രണ്ടാനമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പടം ഇപ്പോഴത്തെ പിള്ളേർക്ക് വർക്കൗട്ട് ആവൂല. ഒന്ന് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് അല്ല, പടം നമ്മൾ എൻ്റർടൈൻ ചെയ്തു, പക്ഷേ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് അല്ല. രണ്ടാമത്തത് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴാണ് നമ്മൾ ഇന്നാവുന്നത്. കഴിഞ്ഞ വർഷം കുച്ചിപ്പുടിന്ന് ഭരതനാട്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പടം ഇറങ്ങി, 8 നിലയിലാ പൊട്ടിയത്. I am very confident about the movie. This movie will entertain audience. ഡാർക്ക് ഹ്യൂമർ മലയാളത്തിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് അടുത്ത കാലത്ത് ഒരു ഒറ്റ പടത്തിന് വന്നിട്ടില്ല. നെൽസൺ മോഡലിൽ ഒരു ഡാർക്ക് ഹ്യൂമർ തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. വാഴയുടെ അത്രയും പോപ്പുലാരിറ്റി ഉള്ള ഒരു ടീം അല്ല ഇത് ചെയ്തെന്നുള്ള ഒരു ഒറ്റ കാര്യം കൊണ്ട് മാത്രം ഇത് വാഴയ്ക്ക് ഒരു കോമ്പറ്റീഷൻ ആവുമെന്ന് മാത്രമേ എനിക്ക് ഡൗട്ട് ഉള്ളൂ. വണ്ടർഫുൾ മേക്കിംഗ്. പക്ഷെ കളക്ഷൻ അങ്ങോട്ട് ഒരു കുതിക്കുന്നില്ല. നല്ല സിനിമയായിട്ട് പോലും എന്തുകൊണ്ടാണ് ഇതിന്റെ കളക്ഷൻ ഡ്രോപ്പ് ആവുന്നത്? ഓഡിയൻസ് തിയേറ്ററിലേക്ക് ഒന്ന് എത്തിയാൽ മതി, ആരും ഈ സിനിമ മറക്കില്ല. ഈ സിനിമ അവരുടെ ഉള്ളിലുണ്ടാവും തിയേറ്ററിലോട്ട് പോകുമ്പോൾ. ദാറ്റ്സ് മൈ കോൺഫിഡൻസ്. 15 കോടിയാണ് കഴിഞ്ഞ ദിവസം വരെ നേടിയെന്നാണെന്ന് പറയുന്നത് വേൾഡ് വൈഡ്. അങ്ങനെ ഒരു 50 100 കോടി നേടേണ്ട ഒരു സിനിമയാണ്. മിനിമം ഒരു 75 കോടിയെങ്കിലും നേടേണ്ട ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. രണ്ടമ്മമാരും ഒരേ സായുള്ള 2 മക്കളും. അതെ, അങ്ങനെയൊക്കെ പറ്റുമോ? എന്താ പറ്റും? ഇതൊക്കെ വലിയ റിസ്കാ. ഏയ്, അതൊക്കെ തുടക്കത്തിൽ തോന്നാ, പിന്നായി കഴിഞ്ഞ പിന്നെ ഭയങ്കര ത്രില്ല. പുറത്തറിഞ്ഞാലുണ്ടല്ലോ കുടുംബത്തോടെ തോന്നും. എന്തെങ്കിലും ഹെൽപ്പ് വേണോ അങ്കിൾ? എന്തൊരു സിമ്പിൾ ആണ് ഈ ഫാമിലി. ആഹാ, അർപ്പുതം. സക്സസ് പലപ്പോഴും ഇങ്ങനെ കൈനീട്ടി ഇങ്ങനെ സക്സസ് ഇങ്ങനെ വരും. ഞാനത് പിടിക്കാൻ പോകുമ്പോഴത്തേക്ക് തുമ്പ് മാത്രമേ കിട്ടുള്ളൂ. അതായത് എനിക്കിപ്പോൾ OTT സക്സസ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. എനിക്കത് മൊത്തത്തിൽ പിടിക്കാൻ വേണ്ടി അത് സക്സസ് സമ്മതിക്കുന്നില്ല. അപ്പോൾ അത് ചിലപ്പോൾ മോഹിനിയാട്ടത്തിൽ സംഭവിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.